സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നവരാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുണ്ട്, വിധവാ പെൻഷനും അതുപോലത്തെ ഒരുപാട് പെൻഷനുകൾ കിട്ടുന്നവരുണ്ട്, രോഗവുമായി ബന്ധപ്പെട്ട പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ നിരവധി പെൻഷൻ കിട്ടുന്നു. ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരുണ്ട്. ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അതുപോലെ തന്നെ അംഗനവാടികൾ, പാചക തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ, കള്ളുചെത്ത് തൊഴിലാളികൾ, ഇങ്ങനെ ഒരുപാട് തൊഴിൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ പെൻഷൻ വാങ്ങുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുണ്ട്, EPF ഉണ്ട്, എല്ലാമുണ്ട്. ഈ പെൻഷനുകളിൽ രോഗങ്ങൾ വരുന്നതുമായി ബന്ധപ്പെടുത്തിയ ഒരു പെൻഷൻ്റെ തുക കൂട്ടിയ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ക്യാൻസർ പേഷ്യൻറ്റുകൾക്കും വൃക്ക രോഗങ്ങൾക്ക്, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഡയാലിസിസ് നടത്തുന്നവർക്കുമൊക്കെ 1000 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 100% വർധനവാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പെൻഷൻ തുകയിൽ കൃത്യമായ ഒരു വർധനവ് കേരള സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് പുറത്തുവിടാനുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ വാർത്ത 1000 രൂപ രണ്ട് വിഭാഗത്തിന് കൂട്ടിയത് മാത്രമായിട്ട് പോലും ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്, വലിയൊരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗം ബാധിച്ചവരും വൃക്ക രോഗം ബാധിക്കുന്നവർക്കുമൊക്കെ അവരുടെ കുടുംബാംഗങ്ങൾക്ക്, വളരെ സാധാരണ ആളുകൾക്കൊക്കെ ഇത് വന്നാൽ അവരൊക്കെ ഈ സർക്കാരിൻ്റെ ഉത്തരവ് കാണുകയോ സോഷ്യൽ മീഡിയയിൽ കയറുകയോ ഒക്കെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഈ വീഡിയോ കിട്ടിയാൽ നിങ്ങൾ ദയവായി ഇത് ഈ ക്യാൻസർ രോഗമുള്ളവർക്കും വൃക്ക രോഗമുള്ളവർക്കുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1000 രൂപ എന്നുള്ളത് 2000 രൂപയായാൽ ദേ ആർ വെരി മച്ച് ഹാപ്പി എന്നുള്ളതാണ്. അത് നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടും അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നിട്ടും പറയുന്നു, സാർ ഒരു പൊസിഷനിലൊക്കെ ഇരുന്ന ആളല്ലേ, സാറ് യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളല്ലേ, സാറ് കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നടന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ, നടക്കാനുള്ള കാര്യങ്ങളെ അതിൽ ഊഹാഭോഗം ഉണ്ടെങ്കിൽ പറയണോ, അത് സാറിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാനിതിൻ്റെ ഭാഗമായിട്ട്, കാരണം ഈ പെൻഷനും ഇത് ബാധകമാണ്. ഞാൻ പറയുന്നത്, നമുക്ക് 2 തരത്തിലാണ് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്ന് ഉത്തരവുണ്ടാകുന്നത്. ഒന്ന് സുവോമോട്ടോ, അവകാശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പോരാട്ടത്തിലൂടെയും അല്ലാതെയൊക്കെ നേടിയതും സർക്കാരിൻ്റെ കാലാകാലങ്ങളിലുള്ള നിയമവ്യവസ്ഥയുടെയും ഭരണഘടനയുടെയൊക്കെ ഫലമായി സുവോമോട്ടോ തന്നെത്താനെ ആരുടെയും പ്രഷറും സമ്മർദ്ദവും സാമൂഹ്യ സമ്മർദ്ദമൊന്നും ഇല്ലാതെ ഇറങ്ങുന്ന ഉത്തരവുകളുണ്ട്. എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നു, ഓണ അലവൻസ് കൊടുക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ സ്ഥിരമായുണ്ട്. എന്നാൽ വേറെ ചില കാര്യങ്ങൾ സർക്കാർ കൊടുക്കാതിരുന്നാൽ പെൻഡിങ് ആവുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ പെൻഡിങ് ആയതാണ് DA പെൻഡിങ് ആയി, ലീവ് സറണ്ടർ പെൻഡിങ് ആയി, ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷൻ പെൻഡിങ്, ഇങ്ങനെ പെൻഡിങ് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ച് ഒരുപാട് കാലം വച്ചില്ല, പിന്നെ അവസാന കാലമാണ് വെച്ചത്, നീണ്ട പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പെൻഡിങ് വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ചാനൽ നടത്തുന്നവർ കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ചും കുറച്ച് പുട്ടിന് തേങ്ങ ഇടുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് വാർത്ത ചെയ്യും. ഇതാ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്യും. അങ്ങനെ വാർത്ത ചെയ്യുന്നത് കൊടുത്തിട്ടില്ല എന്നറിയാം, അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. എന്തിനങ്ങനെ വാർത്ത ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതിനൊരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയാൻ നമുക്കൊരു സൈക്കോളജി ഉണ്ട്. അതായത് ഈ വീഡിയോ കാണുന്നവർ വന്നോ അല്ലെങ്കിൽ കിട്ടിയില്ലല്ലോ എന്ന്. കാരണം നമ്മൾ തമ്പിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞാലും, തമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലിടുന്ന പോസ്റ്റർ പോലെ ഇടുന്ന, അതിനകത്ത് തമ്പിലും പിന്നെ ടൈറ്റിൽ എന്ന് പറയുന്നത് അതിനകത്ത് എഴുതുന്നത്, ആ എഴുതിയിരിക്കുന്നതിലും തമ്പിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടി, ആഹ്ലാദിപ്പൻ, സന്തോഷിപ്പെന്ന് പറഞ്ഞാലും അകത്ത് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാകണം. ഇത് കാണുന്ന ഉദ്യോഗസ്ഥർ, ഇത് കാണുന്ന ഭരണകക്ഷിക്കാർ, ഇത് കാണുന്ന പ്രതിപക്ഷക്കാർ, ആരായാലും അവർ പ്രതിപക്ഷക്കാരാണെങ്കിൽ അവരുടെ രക്തം ഒന്ന് തിളച്ച് കിട്ടിയോ അതിൽ കിട്ടിയില്ലല്ലോ, അത് നമുക്കത് നോക്കണം എന്നുള്ളൊരു ചിന്ത. ഭരണകക്ഷിക്കാരാണെങ്കിൽ ഇതെന്താ ഇപ്പോഴും തരാത്തതെന്നുള്ള ചിന്ത. അങ്ങനെ പിന്നെ നമ്മളിടുന്ന പല വീഡിയോസും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിറ്റേ ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ ചിലപ്പോൾ അന്ന് തന്നെ സാറ്റലൈറ്റ് ചാനലുകളിൽ കൃത്യമായി വരാറുണ്ട്. ഏത് ചാനലിൽ വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ അത് കളക്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ അതേ കണ്ടൻറ്റ് 24 മണിക്കൂറിനകം പല ചാനലുകളിലും മുമ്പ് വന്നിട്ടുണ്ട്, വലിയ പ്രധാനപ്പെട്ട ചാനലുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാലുള്ള ഗുണം എന്താണ്? ഭരണാധികാരികൾ ശ്രദ്ധിക്കും, ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കും, ഗവൺമെൻറ് ഇമേജിനെ ബാധിക്കാതിരിക്കാൻ അവർ നോക്കും, ഉദ്യോഗസ്ഥന്മാരുടെ ഇമേജിനെ ബാധിക്കാതിരിക്കാൻ അവർ നോക്കും. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രഷർ വരും, ഒരു സോഷ്യൽ പ്രഷർ വരികയും കാര്യങ്ങൾ കുറച്ചുകൂടി നടക്കാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പർപ്പസായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ കിട്ടും എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ
നിങ്ങൾക്ക് ഉത്തരവ് വരുമല്ലോ, ഉത്തരവ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അല്ലാതെ നിങ്ങൾ അന്തം വിട്ട് ചാടി വിളിച്ച് സാറാ പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ മീറ്റിങ്ങിലിരിക്കുമ്പോൾ എനിക്ക് വരുന്നൊരു ഫോൺ കോൾ, ഹലോ സാറേ ഞാൻ ഇന്നിടത്തുനിന്ന് വിളിക്കുന്നു, പെൻഷൻ പ്രായം കൂട്ടുമോ? എനിക്കെങ്ങനെ അറിയാൻ പറ്റും പെൻഷൻ പ്രായം കൂട്ടുമോ എന്ന്? അപ്പോൾ അവർ ഇതിൽ വിളിച്ച ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ സേവ് ചെയ്തിട്ടില്ല നമ്പർ. എന്നാലും പിന്നെ വേറെ ചിലർ വിളിച്ചിട്ട് സാർ ഈ DA ഇന്ന് കൊടുക്കും എന്ന് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ സമ്മർദ്ദപ്പെടുത്തും, നമ്മൾ ഇത് കാണുന്നു, ഞാനിത് കാണുന്നത്, ഒന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ആളുകളെ അറിയിക്കുക, രണ്ട് പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യ ചർച്ച, ഒരു സോഷ്യൽ ഡിബേറ്റ്, ഒരു സോഷ്യൽ പ്രഷർ വരണം എന്നുള്ളത് കൊണ്ടാണ് ആ ടൈപ്പിൽ വീഡിയോകൾ ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ അർത്ഥം കൊടുത്തു എന്നല്ല. പക്ഷേ എങ്കിലും നമ്മൾ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ വലിയ സാമൂഹ്യ സമ്മർദ്ദമുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ കൊടുത്തതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വീഡിയോ ചെയ്തു, അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇനിയും വീഡിയോസ് വരാതിരിക്കാൻ, കാരണം ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാനൊക്കെ ആ സമീപനം എടുത്ത് ആദ്യം ചെയ്യുന്ന വീഡിയോ വളരെ തൈര് സാദം പോലുള്ള വളരെ ലളിതമായ വീഡിയോ ആയിരിക്കും, ഒരു എരിവും പുളിയും കാണത്തില്ല. പക്ഷെ ആ വിഷയം നടക്കാതിരുന്നാൽ കുറേശ്ശെ നമ്മൾ ഉപ്പും എരിയും പുളിയൊക്കെ ചേർക്കും, കുറച്ചുകൂടി നടക്കാതിരുന്നാൽ മസാല ഇടും, കുറച്ചുകൂടെ നടക്കാതിരുന്നാൽ നമ്മൾ കടുകട്ടിയാക്കും വീഡിയോ. അപ്പോൾ 4ാമത്തെ സ്റ്റേജ് എത്തുമ്പോഴാണ് വീഡിയോസൊക്കെ കട്ടി സ്റ്റേജിലേക്ക് പോകുന്നത്. അല്ലാതെ ആദ്യത്തെ വീഡിയോ തന്നെ സകലവിധമായ രീതിയിലുള്ള തെറി പറയലും അപമാനിക്കലും എന്തടാ ചെയ്യാത്തതെന്നുള്ള ചോദ്യം ചോദിക്കത്തില്ല ആരും, നമ്മളൊരിക്കലും ചോദിക്കത്തില്ല. നമ്മൾ ആദ്യം വളരെ തൈരുസാദ മോഡലിലുള്ള സാധാരണ ചോദ്യങ്ങളായിരിക്കും വരുന്നത്, പിന്നെ കുറച്ചുകൂടെ കടുപ്പിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ സമ്മർദ്ദ പരിപാടി കൂടെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പറയുന്ന എല്ലാ കാര്യവും അങ്ങോട്ട് നടന്നില്ലെങ്കിൽ നടക്കാനുള്ളതാണ് പറയുന്നത് എന്നുള്ള ധാരണയിൽ നിങ്ങളും അതിൻ്റെ പുറകിൽ നിൽക്കണം. ഭരണകക്ഷിക്കാർ നിൽക്കണം, പ്രതിപക്ഷക്കാർ നിൽക്കണം, നിഷ്പക്ഷക്കാർ നിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഉത്തരം കൃത്യമായി കിട്ടുന്നത്.